ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വ്ലോഗാണ് ഞാൻ നിങ്ങൾക്ക് ലക്ഷദ്വീപിൽ പോണ ഷിപ്പില്. അപ്പം ഞാൻ ഷിപ്പിൻ്റെ റൂംസും ഷിപ്പും ലക്ഷദ്വീപും എല്ലാം കാണിച്ചു തരും. പിന്നെ ഞാൻ എങ്ങനെ പോണതും കാണിച്ചു തരും. ഇന്ന് ഈദാണ്. അപ്പൊ ഞാൻ ഇതിന്റെ ഡ്രസ് ഇട്ടിരിക്കാൻ. ഇപ്പൊ നമ്മൾ സ്കാനിങ് സെന്ററിലാണ് പോയിക്കൊണ്ടിരിക്കണേ. എന്താ പറഞ്ഞ ആ സ്കാനിങ് സെന്ററിൽ നമ്മൾ ടിക്കറ്റ് ഒക്കെ നോക്കും, പിന്നെ ലഗേജ് നോക്കും. ഇപ്പൊ നമ്മൾ സ്കാനിങ് സെന്ററിൽ എത്തി. ഇതാണ് ലക്ഷദ്വീപ് ആൾക്കാർ ഷിപ്പിൽ പോകുമ്പോഴുള്ള സ്കാനിങ് സെന്റർ. ഇപ്പൊ നമ്മൾ കാറിലൊക്കെ ഇറങ്ങി ഇനി ലഗേജ് ഒക്കെ വെക്കുന്ന ട്രോളിയാണ് ഇത്. അപ്പൊ പോവാണ് സായ മമ്മിയാണ്. സായ മമ്മിയും ശതധീരിയുമാണ് ഷിപ്പിൽ പോണേ. ഇവരെല്ലാരും എന്റെ ഷിപ്പിലാണ് വരുന്നത്. ഇവിടെ ലക്ഷദ്വീപിലെ ആൾക്കാരുണ്ട്, ടൂറിസ്റ്റ് ആൾക്കാരും ഉണ്ട്. സ്കാനിങ് സെന്ററിന്റെ ഉള്ളിൽ പോകണമെങ്കിൽ നമ്മൾ ടിക്കറ്റ് എടുക്കണം. അത് നമ്മൾ പുറത്ത് വെയിറ്റ് ചെയ്യാണ്. ഇപ്പൊ പാപ്പ എത്തി. പാപ്പയും പാപ്പ കൂടി ലഗേജ് ഒക്കെ എടുത്തിട്ട് കൊണ്ടുവരാണ്. ഈ പോലീസാണ് ടിക്കറ്റ് ഒക്കെ ചെക്ക് ചെയ്യുന്നത്. കറക്റ്റ് ആണെങ്കിൽ അവർ അവളെ ഉള്ളിൽ കയറ്റും. പോയി സാഡായോ? ഇനി നമ്മൾ ക്യൂ നിന്നിട്ട് സ്കാനിങ് സെന്ററിലോട്ട് നടന്നു പോവാണ്. ബേബി എല്ലാ സ്ഥലത്തും ഓടി കളിക്കുന്ന സമയത്ത് മമ്മേനോട് പോലീസ് പറഞ്ഞു വീഡിയോ എടുക്കാൻ പാടില്ല. അത് നമ്മൾക്ക് അവിടുത്തെ വീഡിയോസ് ഒന്നും കിട്ടില്ല. അപ്പൊ നമ്മള് ടിക്കറ്റ് ഒക്കെ ചെക്കിങ് ചെയ്ത് കഴിഞ്ഞു. പിന്നെ നമ്മൾ സ്കാൻ ചെയ്ത് ചെക്കിങ് കഴിഞ്ഞു. ഇപ്പൊ നമ്മള് ഷിപ്പൊക്കെ വേണ്ടി വെയിറ്റ് ചെയ്യാണ്.
ഇപ്പൊ നമ്മളുടെ ബസ് വന്നിട്ടുണ്ട്. നമ്മള് ബസ്സിൽ കയറിയിട്ട് ഷിപ്പിൽ കയറും. ഇതാണ് നമ്മൾ കേരള ഷിപ്പ്. ഇതിന്റെ പേരാണ് കവരത്തി. ഇത് നല്ല വലിയ ഷിപ്പാണ്. ഇതില് കുറെ റൂംസ് ഉള്ള വലിയ ഷിപ്പാണ്. ഈ ഷിപ്പിലാണ് ഇനി നമ്മൾ ഷിപ്പിൽ കയറാൻ പോവാണ്. നമ്മളിപ്പോ ബാഗൊക്കെ എടുക്കാൻ പോവാണ്. ഈ സ്റ്റേഴ്സിൽ കയറിയാലാണ് നമ്മള് ഷിപ്പിലെത്താ. പക്ഷെ എനിക്ക് പേടിയായിരുന്നു. ഞാൻ ഹീൽ ചെരുപ്പയിലോട്ട് സായം വീഡിയോ ബെഡിന്റെ മേലെയാ കിടക്കണേ. ബെഡിൽ ഒരു സോഫ ഉണ്ട്. അതായത് ഒന്ന് താഴെ ബെഡ് ഒന്ന് മേലെ ബെഡ്. അപ്പൊ സായും ശരീരം മേലാണ് കിടക്കണം. മേലത്തെ ബെഡ് മമ്മിയും മുമ്പിമായും നെസായും താഴെയാണ് കിടക്കുന്നത്. അപ്പൊ നമ്മള് ഷിപ്പൊക്കെ കയറി റൂമിൽ പോവാണ്. അപ്പൊ ശരീരം ഇതുപോലെ മേലെ വേറെ ബെഡിൽ കിടക്കാൻ പോവാണ്. ഇതായിരുന്നു സാറിന്റെ മമ്മന്റെ റൂം. പക്ഷെ ഇവിടെ 2 ബെഡ് ഉണ്ടായിരുന്നു. അപ്പൊ നമ്മൾ ഇത് വേറെ ആൾക്കാർക്ക് കൊടുത്തിട്ട് 4 ബെഡ്സ് ഉള്ള റൂമിലോട്ട് പോയി. അപ്പൊ നമ്മൾ എല്ലാവർക്കും ഇരിക്കാൻ പറ്റും. ഇവിടെ 2 ബെഡുണ്ട്, ഒരു ടേബിൾ, ഒരു ചെയർ, പിന്നെ ഒരു വിൻഡോ, ഒരു ഷെൽഫ്, കുറെ സാധനങ്ങളുണ്ട്. വീട്ടു പോലെ തന്നെ ഇവിടെ. പിന്നെ ഒരു ബാത്റൂമും ഉണ്ട്. ഇതാണ് നമ്മുടെ റൂം. അപ്പൊ ഇതാണ് ഷെൽഫ്, ഇതാണ് ബാത്റൂം. പിന്നെ ഇവിടെ 4 ബെഡ്സ് ഉണ്ട്. 2 മേലെ 2 താഴെ. പിന്നെ ടേബിൾ, പിന്നെ അത് വിൻഡോ. ഇഷ്ടപ്പെട്ടോ? ഇപ്പൊ എനിക്കും വിശക്കണം. അപ്പൊ ഞാനും ഫുഡ് കഴിക്കാൻ പോവാ. എന്ത്? ബിരിയാണി. ചോറ് കഴിക്കണ്ടേ നസക്കി? മിമി ചോറ് വേണോ? ഇതൊരു വലിയ ഷിപ്പാണ്. അപ്പൊ ഇവിടെ കുറെ റൂംസ് ഉണ്ട്. അത് നമ്മൾക്ക് പോയി കാണാം. ഈ സ്ഥലത്തിൽ പോയ ഹോസ്പിറ്റലില് ഇൻഫർമേഷൻ ഓഫീസ് ആയിരിക്കും. ഇനി ഇവിടെയാണ് നമ്മളുടെ റൂമിന്റെ സ്ഥലം. നമ്മളുടെ റൂമായിരുന്നു 3
6, 8. ഇതാണ് മാപ്പ്. ഈ സ്ഥലത്തിൽ പോയാൽ കുറേ റൂംസ് ഉണ്ടാവും. നമ്മളിപ്പോ 2nd ഫ്ലോറിലാണ് നിൽക്കുന്നത്. അവിടെയാണ് നമ്മളുടെ റൂം. ഇതാണ് ബാൽക്കണി. പുറത്ത് നമ്മൾക്ക് എല്ലാം കാണാൻ പറ്റും. അപ്പുറത്ത് ഫുള്ള് സീയാ. പിന്നെ ഈ ഷിപ്പ് വിട്ട ഫുൾ റൗണ്ട് സീ ആയിരിക്കും. ഇനി ഷിപ്പ് വിട്ടിട്ടില്ല. അത് നമ്മൾ കുറെ ബിൽഡിങ്സ് കാണാം. അത് കൊച്ചിത്തെ ബിൽഡിങ്സ് ആണ്. ഇനി നമുക്ക് ഷിപ്പത്തെ മേലെ റൂമൊക്കെ പോയി നോക്കാം. നമ്മളിപ്പോ 3rd ഫ്ലോറിലാണ്. അപ്പൊ ഇവിടെ കുറെ റൂംസ് ഉണ്ട്. ഈ റൂമൊക്കെ 400 തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുക. നമ്മുടെ റൂം 300 തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുക. ഇവിടെ കുറെ റൂംസ് ഉണ്ട്. നമ്മൾ 2nd ക്ലാസ് ക്യാബിനാണ് എടുത്ത്. ഇവിടൊക്കെ 1st ക്ലാസ് ക്യാബിനാണ്. ഇനി നമ്മൾക്ക് ഇനിയും മേലെ പോവാം. ഈ 500 തൊട്ട് സ്റ്റാർട്ട് ചെയ്തതാണ്. ഇവിടെ 1st ക്ലാസ് ക്യാബിനാണ്. അവിടെ 1st ക്ലാസ് ക്യാബിനും ഇവിടെ 1st ക്ലാസ് ക്യാബിനും കുറെ റൂംസും ഉണ്ട്. ഇനി ഞാൻ ഷിപ്പിന്റെ ഏറ്റവും താഴെ പോയി കാണിച്ചു തരാം. ഇതാണ് പ്രേയർ റൂം. പെണ്ണുങ്ങൾക്കും ആണുങ്ങൾക്കും വേറെ ഉണ്ട്. ഇനി നമുക്ക് ഇനിയും താഴെ പോവാം. ഇതാണ് ഷിപ്പത്തെ മെയിൻ ഡോറ്. ഇപ്പോ നമ്മള് അവിടെ കൽപ്പേനിയിലെത്തിയ ബോട്ട്സ് വരും. അപ്പൊ അവര് ആ വാതിൽ തുറക്കും. ഇത് ഏറ്റവും താഴെ. അപ്പൊ ഇതാണ് ബങ്ക്. എല്ലാവർക്കും ഓരോരോ ബെഡ്സ് ഉണ്ടാവും അടുത്തടുത്തായി. പിന്നെ കോമൺ ബാത്റൂംസും ഉണ്ടാവും. അവരുടെ ലഗേജ് അവരെവിടെയാണ് വെച്ചിരിക്കുന്നത്. ഇനി നമുക്ക് മേലെ പോവാം. ഇടിക്കി പോകും.
ആയതുകൊണ്ട് എല്ലാരും പാട്ടും ലൈറ്റൊക്കെ ഇട്ടിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നു ഷിപ്പിന്റെ മേലെ. അതെന്താ അതെന്താ ആ കാണുന്നതെന്താ? ആ കാണുന്നത് ഐലൻഡ് എന്താ? അതാണ് മമ്മന്റെ നാട്.
നമ്മൾ താഴെ വന്ന് ബോട്ടിനെ വെയിറ്റ് ചെയ്തോണ്ടിരിക്കാണ്. ശതദീദിന്റെ കൂടി കളിക്കണ്ടായിരുന്നു ആ സമയത്ത്. ഇതാണ് ബോട്ട് നമ്മൾ ഇറങ്ങാൻ പോണേ. ജിത്തു അങ്കിളും നമ്മളുടെ വന്നു, സെക്ക മാമിയും കൂടി വന്നു. ഇതാ സെക്കമ്മ, മറ്റേത് സെക്കമ്മയുടെ ഫ്രണ്ടാണ്. ഇതെല്ലാരും പതുക്കെ പതുക്കെ എത്തി. ഈ ജാക്കറ്റ് ഒക്കെ ഇട്ടിരിക്കുന്ന ആളാണ് ടൂറിസ്റ്റിന്റെ ആൾക്കാര്. ഇതാ മാമന്റെ നാട്. ഈ മരത്തൊക്കെ കാണാണ് മാമന്റെ നാട്. ഈ ബോട്ടിപ്പോ അവിടെ സ്റ്റോപ്പ് ചെയ്യും. ബോട്ട് വാർഫിലെത്തി. നമ്മളപ്പോ ഇറങ്ങി. ഇതാ സായ ആറ്റവാന്റെ കൂടെ പോവാ. ആറ്റവന്റെ വൈകി സാന്റെ മമ്മയും ഷസദീദിയും നസായും ഉമ്മിമായും ഉമ്മമായും ഓട്ടോയില് പോയി. നമ്മുടെ ഷിപ്പ് ജേണി, ഞാനിപ്പോ ഉമ്മാമ്മന്റെ വീട്ടിലെത്തി. എന്റെ ഷിപ്പ് ജേണി കഴിഞ്ഞു, ബോട്ടിലൊക്കെ കയറി, പിന്നെ ഉമ്മാമ്മന്റെ വീട്ടിലെത്തി. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ കമന്റ് ചെയ്യുക. ബൈ ഫ്രണ്ട്സ്.